So we are heading to Kakabeka waterfalls. Kakabeka waterfalls. Yes. അതെ ഗൈസ്, ഞങ്ങൾ കക്കബെക്ക വാട്ടർഫോൾസ് തണ്ടബയിലാണ്. ഒരു ഇഡ്ഡലിയും കൂടെ. എന്താ? അല്ല, ടൊറോണ്ടോ സ്കാർബ്രോന്ന് 15 hours ഓഫ് ട്രാവലാണ്. നമ്മളങ്ങനെ പോകാം എന്ന് വിചാരിച്ചു. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർ മാത്രം പോയാൽ മതി. സഡ്ബറി, സ്യൂസൻ മേരി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരു 3-4-5-6 മണിക്കൂറത്തേക്ക് ഒരു ഷോപ്പ് പോലും ഇല്ല. നമ്മൾ ഒത്തിരി ഇത് സ്പ്രിംഗ് വാട്ടർ, നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലൊക്കെ കാണത്തില്ല ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ടൗൺഷിപ്സ്. അപ്പോൾ ഞാൻ അതെല്ലാം കാണുമ്പോൾ എന്നെ കൊണ്ട് കണ്ടതെല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിരുന്നു. അങ്ങനെ രസമായിരുന്നു. കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 4 ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ അടുത്തുള്ള ഒരു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 5:30 ആയിരിക്കും മിക്കവാറും നമ്മൾ നമ്മുടെ ഈ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്, ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പോകുന്ന വഴിയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പോയ ആൾക്കാർക്കും മേ ബി ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ റോഡിൻ്റെ 2 സൈഡിലും ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ട്രീസും നല്ല പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ അരുവി അതെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങളിത് ആദ്യമായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു. 5 hours കഴിഞ്ഞിട്ട് സഡ്ബറിയിൽ സ്റ്റോപ്പ് ചെയ്ത് ടിമ്മിൽ കയറി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രഷായി. ഇത് പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങി ഒരു 8 മണിക്കൂറായപ്പോൾ ഉള്ള വീഡിയോ ആണ് ഇത്. പിന്നെ നമ്മൾ സൂസൻ മേരിയിലെത്തി ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിരുന്നു. പിന്നെയും തിരിച്ച് നമ്മുടെ യാത്ര തുടങ്ങി. ഞങ്ങൾ ഇപ്പം 688 kilometers മോർ, 7.5 hours ട്രാവൽ ഉണ്ട് ഇനി. ഞങ്ങൾ ടിമ്മിന്ന് ഒരു കോഫിയൊക്കെ കഴിച്ച്. അത് കോഫി അല്ലല്ലോ, അല്ല, ഇത് ഷുഗർ കട്ടായതുകൊണ്ട് മോക്കൈസ് കപ്പ് കഴിക്കും. യെസ് ഗൈസ്, ശേഷം ഞങ്ങൾ കുറച്ച് നേരം നിർത്തി ഉറങ്ങി. അവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയയിൽ കിടന്ന് ഉറങ്ങി നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയെല്ലാം ഓടിച്ച് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ 3.5 മണിക്കൂറും കൂടിയാണ് കാണിക്കുന്നത്. അപ്പം ഏകദേശം രാവിലെ ആവാറൊക്കെയാണ്. അങ്ങനെ രാവിലെ ആയി. അങ്ങനെ നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ ഇരുന്നാൽ മതി, നമുക്ക് ഉറക്കം വരാതെയൊക്കെ വണ്ടി ഓടിച്ച് എത്താൻ പറ്റും. അങ്ങനെ ഒരു സ്മോൾ ടൗൺ, ടെറൻസ് ബേ എന്ന് പറഞ്ഞൊരിത്, അവിടുത്തെ ലൈറ്റ് ഹൗസ്. അതായത് ചെറിയൊരു ടൗൺഷിപ്പാണ്, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. പിന്നെ രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ഏർലി മോർണിംഗ് റീച്ച് ആയതുകൊണ്ട് ഒട്ടും ആൾക്കാരൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കഫേ ഒക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, ഇവിടെ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഒരു 12-ന് ഓപ്പൺ ചെയ്യുള്ളൂ, 12 PM. അവിടെ ഓപ്പൺ സോ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഇതായിരുന്നു അവരുടെ ആ ഒരു സ്റ്റേ ലോബി, ഹോട്ടൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പം അതിൻ്റെ കഫേ മാത്രമേ തുറന്നിട്ടുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ജസ്റ്റ് കോഫി, സം സ്നാക്സ് അത്രേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാപ്പി കുടിക്കണമെങ്കിൽ ഇനി നിപ്പിഗോൺ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തണം. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ലക്ഷ്യമായിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഒരു ടിം ഹോട്ടൻസ് കണ്ടു, എന്റെ പൊന്നോ. ഫൈനലി അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ നോക്കുമ്പോൾ 13 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഫൈനലി എത്തി. ഞങ്ങൾ രാവിലെ എത്തേണ്ടതാണ്. പിന്നെ നമ്മൾ ഇടയിൽ സ്റ്റോപ്പ് ചെയ്ത് വന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ സമയം 12 PM 12:30 ആവാറായി. അപ്പം ആ സമയത്താണ് എത്തിയേ. ഇത് എന്താ പറയുക, റോഡൊന്നും അത്ര തിരക്കില്ല, പക്ഷേ ഇൻ ബിറ്റ്വീൻ ഒരു 3-4 ടൈംസ് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ടാണ് 12:30 എത്തിയപ്പം. നമ്മളിപ്പം ബിന്ദാം ബൈ ട്രാവലോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല ഒരു ഹോട്ടലിൽ നമ്മൾ ബുക്ക് ചെയ്തു. പക്ഷേ ഇവർ പറയുന്ന ചെക്കിൻ ഒരു 3 മണിക്കാണ് എല്ലായിടത്തും ചെക്കിൻ. പക്ഷേ ഇവർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചോദിച്ചു നമ്മളിങ്ങനെ അവിടെ നിന്ന് വരുക സ്കാർബ്രോന്ന്. അപ്പോഴത്തേനും അവർ പറഞ്ഞു മാക്സിമം ഒരു 1:30 ആകുമ്പോഴത്തേനും അവർ കുഴപ്പമില്ല സമ്മതിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു ചെക്കിൻ ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഫ്രഷായിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ലോക്കൽ അട്രാക്ഷൻ സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി. സോ അവിടെ വെച്ച് കാണാം ഗൈസ്. ബൈ. അങ്ങനെ ഞങ്ങൾ ഫ്രഷായിട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പം കക്കബെക്ക ഫോൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താമസിച്ച സ്റ്റേന്ന് 25 മിനിറ്റ്സ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ആ സൈഡിൽ. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം നമ്മളിതേ കക്കബെക്ക ഫോൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഡേ പാസ് പെർമിറ്റ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ പ്രൊവിൻഷ്യൽ പാർക്ക്. പിന്നെ തയ്യാറെടുപ്പിടാം. അവിടെ നമുക്ക് ഒച്ച കേൾക്കാം. ഇവിടെ നിന്നാൽ തൊട്ട് പുറകെയാ, നമുക്ക് ഹൈക്ക് ചെയ്ത് പോകണ്ട. ജസ്റ്റ് അവിടെ വ്യൂ ഉണ്ട്, അതായത് ആ സൈറ്റ് കാണാൻ പറ്റുന്ന സ്പോട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ നയഗ്ര ഫോൾസ് പോലെ തന്നെ ഇരിക്കും, പക്ഷെ അത്രയും വൈഡല്ല, അതിൻ്റെക്കാളും ചെറുതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ ഒരു പെപ്സി കോക്കിൻ്റെ ഒക്കെ കളറായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഗൂഗിൾ ചെയ്തപ്പോൾ ഏതോ കാട് പ്രദേശത്തിൻ്റെ സൈഡിലുള്ളതുകൊണ്ടെന്നൊക്കെ എന്തൊക്കെയാണ് വന്നത്. അതറിയത്തില്ല. പക്ഷെ എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ഇതിനെ നയഗ്ര ഓഫ് നോർത്ത് എന്നാണ് ഇവർ റെഫർ ചെയ്യുന്ന ഈ ഫോൾസിനെ. പിന്നെ ഇപ്പം ബ്രൗൺ കളറാണ് വെള്ളം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കട്ടി വന്ന പൊണ്ണ് കണ്ടായോ കണ്ടാ. ഇവിടെ നമ്മളൊരു സാധനം നോട്ട് ചെയ്തു. പാരാഗ്ലൈഡിങ് ആണോന്ന് അറിയത്തില്ല. അതെ, അയ്യോ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇപ്പോഴത്തെ ആ സൈഡിൽ അവിടെയാണ് ഞങ്ങൾ ആദ്യം നിന്ന് ഫോട്ടോ എടുത്തതൊക്കെ. ഫോൾസിൻ്റെ ഒരു വ്യൂ എടുത്തത്. പിന്നെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് നടന്നു വന്നു, ഇപ്പുറത്തെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്.
ആൻഡ് അവിടെ തന്നെ ഒരു നിയർ ബൈ അവരുടെ തന്നെ പാർക്കിൻ്റെ ഒരു ചെറിയ സ്റ്റോർ ഉണ്ടായിരുന്നു. ആ സ്റ്റോറിൽ ഞങ്ങൾ കയറി. പിന്നെ ഇവിടെ ശരിക്കുള്ള ഡെൻറ്റിസ്റ്റ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഒറിജിനലായിരുന്നു. ഭയങ്കര സോഫ്റ്റാണ് തൊടുമ്പോൾ. ചെറിയ സ്റ്റോർ കാണും, പക്ഷേ നമ്മളവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പത്രമുള്ള ഗൈസ്, ബൈ.